ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഡി എൽ ഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡി എൽ ഡിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18/7/2024 18-ാം തീയതിക്ക് ശേഷം കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും ഗവൺമെൻറ് സ്വീകരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ചില ജില്ലകൾ എഡിറ്റിംഗ് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഈ എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലുതായിട്ടൊന്നും ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, ഇപ്പം ഞാൻ പറയാം ജാതി സംവരണമുള്ള സർട്ടിഫിക്കറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാനുള്ള ഓപ്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഇപ്പം ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ NSSൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും വെക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അയക്കാനോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അയക്കൽ നടക്കില്ല, കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് DD ഓഫീസിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിലും ഗവൺമെൻറ്റിലും ഓൾമോസ്റ്റ് ഒരു ഡേറ്റിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടായിരിക്കും. അതിലും കൂടുതലൊന്നും വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, റാങ്ക് ലിസ്റ്റ് വരുന്ന ടൈമിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ കൂടുതലും സൈറ്റിലായിരിക്കും വരിക. ചില കേസസിൽ മാത്രം, ചില ജില്ലകളിൽ മാത്രം DD ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ ചെയ്യും. അത് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് അറിയിക്കും ഏതൊക്കെ ജില്ലയിലാണ് നോട്ടീസ് ബോർഡിൽ വരിക, ഏതൊക്കെ ജില്ലയിലാണ് സൈറ്റിൽ വരിക എന്നുള്ളത്. അതുപോലെ തന്നെ സൈറ്റ് നോക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ജില്ലേൻ്റെയും സൈറ്റ് വൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട കേട്ടോ. അതൊക്കെ നമ്മൾ തന്നെ നിങ്ങൾക്ക് തപ്പിപ്പിടിച്ച് തരുന്നതായിരിക്കും. പിന്നെയെന്ന് പറയാൻ, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന്, റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിന് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഷുവർ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റും. അത് അങ്ങനെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഷുവർ ലിസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് വെച്ചാൽ അതർവൈസ് ഏതെങ്കിലും ഒരു കുട്ടി വന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയി, അപ്പം നമുക്ക് ആ കുട്ടീൻ്റെ ഗ്യാപ്പിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാളായിരിക്കും എടുക്കുക. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാലോ, ഒരു ജനറൽ, ഒരു OBC, അപ്പോൾ ഏതെങ്കിലും SC ST അല്ലെങ്കിൽ OBC ഏതെങ്കിലും ഒന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും അങ്ങനെ ജനറൽ, അങ്ങനെയായിരിക്കും കൂടുതലും സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ജനറലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറലിനെ വിളിക്കുമ്പോൾ ആ കുട്ടി ഷുവർ ലിസ്റ്റിലുള്ള കുട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള നിങ്ങളായിരിക്കും വിളിക്കുക. അപ്പം ഷുവർ ലിസ്റ്റിലുള്ളവർക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും ഇൻ്റർവ്യൂ വരുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തേക്ക് വരുമ്പം ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, കുറേ സംസാരിക്കേണ്ടി വരുമോ, ഇംഗ്ലീഷ് വേണ്ടി വരുമോ, മലയാളം വേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കും. അപ്പം ജസ്റ്റ് നിങ്ങളെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. വല്ലാണ്ട് കാര്യമായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. കൂടുതലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ PSC ആണ്, കേരള PSC ആണ് നമുക്ക് എന്താ പറയുക DLDൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അവർ നമ്മുടെ സംവരണ സീറ്റും അതുപോലെ തന്നെ നമ്മുടെ NSSൻ്റെ അതുപോലത്തെ മാർക്കുകളും അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് സീറ്റ് ഉറപ്പാക്കുക. എന്നിട്ട് ഇത് DD ഓഫീസിലേക്ക് അയക്കും. DD ഓഫീസാണ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും അതുപോലെ തന്നെ ഷുവർ ലിസ്റ്റിലുള്ളവർക്കും ഇൻ്റർവ്യൂ കാർഡ് വരും. അതിൽ ഇൻ്റർവ്യൂ ഡേറ്റ്, ഇൻ്റർവ്യൂ ടൈം, ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നമ്മൾ ഷുവർ ലിസ്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും കോളേജ് ഏതാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണെന്ന് വെച്ചാൽ പറയാം. അങ്ങനെയാണ് ഈ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.